ഹലോ മക്കളെ, നമ്മുടെ മാത്സ് +2 മാത്സ് പരീക്ഷ കഴിഞ്ഞു. നിങ്ങളുടെ ഫൈനൽ എക്സാം ഫോർ മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം പറയാം. ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ എക്സാമിൻ്റെ +2 ചാനലിൽ. കൂടുതൽ ആൾക്കാർ ഏകദേശം 80 to 90% ടഫ് ആണെന്നാണ് പറയുന്നത്. എനിവേസ് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. ഓക്കെ, എന്തുകൊണ്ടായിരുന്നു ടഫ് എനിക്കറിയാം, പക്ഷേ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. ടൈം കിട്ടാത്തതാണോ, അല്ലെങ്കിൽ ടഫ് ക്വസ്റ്റ്യൻസ് വന്നാണോ, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സും ഇൻ്റഗ്രൽസിനൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ലെവൽ വന്നാണോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ആൻസർ കീ മൊത്തം വെച്ചിട്ടുണ്ട്. ആൻസർ കീ കൂടെ ഞാൻ എല്ലാം ആൻസേഴ്സും പറഞ്ഞു പോകാം. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ PDF താഴെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെ മക്കളെ, എനിക്കറിയാം നിങ്ങളുടെ കൂടുതൽ ആൾക്കാർക്കും ടഫ് ആയിരിക്കും, മാർക്കിനെ പറ്റി വെറീഡ് ആയിരിക്കും. ഫുൾ A+ പ്ലാൻ ചെയ്തവർക്കും ഫുൾ മാർക്ക് പ്ലാൻ ചെയ്തവർക്കൊക്കെ കുറച്ച് സങ്കടമുള്ള അവസ്ഥയായിരിക്കും. പക്ഷേ പേടിക്കണ്ട, ഇവിടെ പേപ്പർ പൊതുവെ എല്ലാവർക്കും ടഫാണെങ്കിൽ, ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കലി പറയുകയാണ്, ഇമോഷൻ വെച്ചിട്ടല്ല, എല്ലാവർക്കും പേപ്പർ ഇത്രയും ടഫ് ആവുകയാണെങ്കിൽ ഓക്കെ, ഇവാലുവേഷൻ സിമ്പിളറായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, വളരെ സിമ്പിളാണ്. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പം ഒരു ആവറേജ് മാർക്സ് എടുക്കുകയാണ്. കേരളത്തിലെ ആവറേജ് മാർക്സ് 100 വിചാരിക്കുക കേട്ടോ. ഇംഗ്ലീഷിൽ ഒരു 80 വിചാരിക്കുക. ഓക്കെ, ബയോളജിയിൽ 81 വിചാരിക്കുക. മാത്സിൽ അവർ കൊണ്ടുപോയിട്ട് 54 വിടൂല. ഓക്കെ, എനിക്കറിയാം 60 മാർക്കിൽ എക്സാമാണ്, പക്ഷേ പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ 54% വിടൂല. അത് മോശമാണ്, അത് നടക്കൂല. അപ്പോൾ എന്താണ്, കുറച്ച് കൂട്ടിയിടും. ഓക്കെ, ചിലപ്പോൾ 70-75 കിട്ടും. അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ സ്റ്റെപ്സ് എഴുതി, നിങ്ങൾ ഫോർമുലയൊക്കെ എഴുതി, ഓർ ക്വസ്റ്റ്യനൊക്കെ കറക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ മാക്സിമം പഠിക്കാൻ പഠിച്ചു, ആൻസർ ചെയ്തു, നിങ്ങൾക്കൊരു ഉറപ്പുണ്ടെങ്കിൽ അത് മതിയോടും. ഓക്കെ, പിന്നെ മക്കളെ മറക്കരുത്, നിങ്ങൾക്ക് ഇനി ചിലവർക്ക് കുറേ ആൾക്കാർക്ക് ഇപ്പം ഏത് നല്ല കോളേജിൽ കയറണമെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം ഉണ്ടാവും. അപ്പോൾ എൻട്രൻസ് എക്സാമിനുള്ള ആ പ്രിപ്പറേഷൻ നന്നായിട്ട് നോക്കുക. ഇപ്പോൾ JEE കീമിനാണ് എക്സാം എന്ന് പറഞ്ഞ ബാച്ച് ഉണ്ട്, അതേപോലെ നീറ്റിനും ക്രാഷ് ബാച്ച് ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വീണ്ടും 20th വരെ ഈ ഫീസ് കുറവുള്ളൂ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വേഗം തന്നെ ജോയിൻ ചെയ്താൽ. ഓക്കെ, റെഡി മക്കളെ? ടഫ് എക്സാം ആയിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയാനുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ ലൈവിൽ പഠിച്ചവർക്ക് ഈസിലി A+ കിട്ടിയായിരുന്നു. അത് വീണ്ടും ഞാൻ പറയാണ്, ഒരു ലൈവിലോ അപ്പം എന്നോട് എല്ലാ ദിവസവും ചോദിക്കും, എല്ലാ ദിവസത്തെ ലൈവിലും ചോദിക്കും, ഇന്ന് പഠിച്ചാൽ A+ കിട്ടും, ഇന്ന് പഠിച്ചാൽ. മക്കളെ, എനിക്ക് ഒരിക്കലും നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ സിറ്റുവേഷൻ പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ലൈവുകൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കാണുന്നുണ്ടായിരുന്നെങ്കിൽ ഓക്കെ, ഇന്നലത്തെ ഷുവർ ക്വസ്റ്റ്യൻ മാത്രമല്ല, നിങ്ങൾ Day 1 Day 2 Day 3 കണ്ടു, ഷുവർ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്കൊരു A ഈസിലി കിട്ടും. ഇനി മോഡൽ എക്സാമിൻ്റെ ലൈവും കൂടെ ഉണ്ടാ A+ കിട്ടിയായിരുന്നു. നിങ്ങൾ ബാച്ചിലേക്ക് ആദ്യം മുതൽ പഠിക്കുകയായിരുന്നു, എല്ലാം ക്വസ്റ്റ്യൻസ് NCERT ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ കിട്ടാൻ പറ്റാത്ത എക്സാം അല്ല, പക്ഷേ ഡിഫിക്കൽട്ട് ആയിരുന്നു. ഓക്കെ, അപ്പം ഞാൻ പ്രൂഫ് വെച്ച് കാണിച്ചു തരാം, നമ്മൾ പഠിപ്പിച്ചൊക്കെ വന്നുവെന്നും അതേപോലെ വന്നുവെന്നും. നിങ്ങൾക്ക് ഓണസ്റ്റായി നോക്കുന്നവർക്ക് അറിയിക്കും. പക്ഷേ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾ ഒരു ലൈവിൽ കയറി വന്നിട്ട് അരമണിക്കൂർ കണ്ടു, പിന്നെ പറയുകയാണ് എക്സാമിനർ പഠിപ്പിച്ച് വന്നില്ല എന്ന് പറയുകയാണെങ്കിൽ വരില്ല, ഒരിക്കലും വരില്ല. ഓക്കെ, പക്ഷേ നിങ്ങൾ മൊത്തമായിട്ട് കണ്ടിട്ടുണ്ട്, നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതിൻ്റെ പ്രൂഫാണ് വെക്കാൻ പോകുന്നത്. ഓക്കെ മക്കളെ, നമ്മുടെ മീട്രിക്സിലെ ക്വസ്റ്റൻ ആണ്. വർഷാമസ് അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. മീട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, ഓർഡർ ഓഫ് മെട്രിക് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്കറിയാം. ഇവിടെ M×P M×N P×Q ആണെങ്കിൽ അറ്റങ്ങളിൽ ജോയിൻ ചെയ്യുക, ഇവർ രണ്ടാൾ ഈക്വൽ ആയിരിക്കണം. ഷോ ദാറ്റ് PR is equal, P യും R മൾട്ടിപ്ലൈ ചെയ്യുക, 3P എന്ന് കാണിക്കുക, അത് കാണിച്ചു കൊടുക്കുക. ഓക്കെ, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആൻസേഴ്സ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആൻസേഴ്സ് ഇതിന് പ്രൂവ് ദാറ്റ് ആയിട്ട് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, ആൻസർ സെയിം വരുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യനിൽ ആൻസർ ഉണ്ട്. കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ ഇന്നലെ ചാറ്റിൽ നമുക്ക് കുറേ ഇക്വലൻസ് ക്ലാസ് ചെയ്തു നമ്മൾ. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. X = Y നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെ X - Y = 0 ചെയ്യാം. വളരെ സിമ്പിളാണ്. റിഫ്ലെക്സീവ് വന്ന് കാണിക്കാൻ എന്താ, ഇവിടെ X = X എല്ലാ നമ്പറിനും കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. ഇപ്പോൾ X = Y ആണെങ്കിൽ Y = X സെയിം അല്ലേ? ഓക്കെ, ഇപ്പോൾ X = Y യും ആൻഡ് Y = Z ആണെങ്കിൽ നിങ്ങൾക്കറിയാം X = Z ആണല്ലോ. ഇവിടെ 1 = 1 ആൻഡ് 1 = 1, അങ്ങനെയാണ് 1 = 1 അല്ലേ? ഓക്കെ, റിഫ്ലെക്സീവ് സെമിറ്റി ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇക്വാലൻസ് ക്ലാസ് ആയിരിക്കാം. 1 ആരായിട്ട് റിലേറ്റഡ് ഉണ്ടാവുക? 1 ഈക്വൽ ആയത് 1 മാത്രമാണ്. അപ്പം ഇക്വാലൻസ് ക്ലാസ് ഓഫ് 1 എന്ന് പറയുമ്പോൾ 1 മാത്രമേ ഉണ്ടാവും. ഇക്വാലൻസ് ക്ലാസ് ഓഫ് 2 എന്ന് പറയുമ്പോൾ എന്താണ്? 2ലേക്ക് മാത്രമേ ഉണ്ടാവും. ഓക്കെ, ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്യാൻ പറ്റണം. ഓക്കെ, വീണ്ടും പറയാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ലൈവിൽ വന്നിരുന്നാൽ പോരാ. കഴിഞ്ഞ ദിവസത്തെ ഇത് നിങ്ങൾക്കറിയാം, ഷുവർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാറ്റിൽ കമൻറ്റിൽ നിന്ന് പറ, ഇത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് ഇന്നലത്തെ സ്ക്രീൻഷോട്ടാണ്. ഓക്കെ, ഇതാ ഇക്വാലൻസ് ക്ലാസ്സും എങ്ങനെയാണെന്നും എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, റെഡി. തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ്? π to sin x. ഓക്കെ, ഏരിയ ഫോം ബൈ, ഇതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിയില്ല, പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. വർഷാംശം പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, π to sin x. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ്. ഇത് വലിയ ടഫ് അല്ല വരുന്നത്. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ വെക്ടർ ക്വസ്റ്റ്യൻ ആണ്. വെക്ടർ കണ്ടുപിടിക്കാൻ പറയുന്നു, അതിൻ്റെ പെർപെൻഡിക്കുലർ വെക്ടർ കണ്ടുപിടിക്കുന്നു, ആംഗിൾ ബിറ്റ്വീനും കണ്ടുപിടിക്കുന്നു. എപ്പോഴും ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആൻസറും കൊടുത്തിട്ടുണ്ട്.
ഇങ്ങോട്ടേക്ക് വരിക. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് എക്സ് ഇതാ, ഇതൊക്കെ വളരെ സിമ്പിളാണ്. കോസിൻ്റെ മൈനസ് ആംഗിൾ പുറത്തേക്ക് വരുമ്പോൾ പൈ മൈനസ് വരും. ഓക്കെ, പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2 1/2 അല്ലേ, 1/2 കോസ് 1/2 എപ്പോഴാണ് വരിക, π/3 എന്ന് തോന്നുന്നു. ഓക്കെ, പൈ മൈനസ് π/3. ഇവിടെ ആൻസർ എന്താ വരുന്നത്, പൈ മൈനസ് π/3 2π/3 വരും. ആ മൈനസ് പുറത്തെടുക്കാൻ മറക്കരുത്. കോസ് എക്സ് ബൈ 1 മൈനസ് സൈൻ എക്സ് ഇതാ 2θ ഫോർമുല ഉപയോഗിക്കുക. കോസ് എക്സിന് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഇത് ഉപയോഗിക്കുക, ആൻസർ കട്ട് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ ITF. ഇതാ tan π/4 + 2 വരും, π/4 എക്സ് ബൈ. അപ്പം ആ ടാനും ടാൻ ഇൻവേഴ്സ് കട്ട് ചെയ്തിട്ട് ഇതാണ് ആൻസർ വരിക. അടുത്തത് ചെക്ക് ദ കണ്ടിന്യൂറ്റി. മക്കളെ ഇതേ സെയിം ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടില്ല, അപ്പം എന്നെ ക്ഷമിക്കണം. പക്ഷേ ഇതാ x² 2-ൽ, ഇവിടെ x² 0-ൽ, ലെഫ്റ്റ് സൈഡിൽ ഇത് നിങ്ങൾക്ക് വരച്ചാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾ LHL RHL ഇട്ട് വയ്ക്കുക. ഇവിടെ 2ൻ്റെ ഇപ്പുറത്തേക്ക് x² ഇതാണ് ഫംഗ്ഷൻ. ഓക്കെ, 2ൻ്റെ അപ്പുറത്ത് 4, ഇവിടെ നിങ്ങൾ ഇങ്ങനെ പോയിക്കോളും. ഇത് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, കണ്ടിന്യൂസ് ആണ്. ആൻസർ ചെക്ക് ചെയ്തോ, ഇത് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. ഇറ്റ് ഈസ് നോ ദ ഫംഗ്ഷൻ ഇസ് സ്ട്രിക്ട്ലി അൺഡിഫൈൻഡ്. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആണ്. ബേസിക്കലി LHL RHL ഈക്വൽ ആണ്. ഓക്കെ, കണ്ടിന്യൂസ് ആണ്. ഇതെന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് റൂട്ട്. അപ്പോൾ എന്താണ് 1/2 റൂട്ട്, ഇത് ചെയിൻ റൂളാണ്. ഓക്കെ, 1/2 റൂട്ട് സൈൻ 2x + 1. ഇനി സൈൻ 2x + 1 എന്ന് പറയുമ്പോൾ കോസ് 2x + 1. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, 2x + 1 2 അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 2ഉം കട്ട് ചെയ്യുക. കോസ് 2 അതങ്ങനെ തന്നെ ആക്കും. കോസ് 2x + 1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് സൈൻ 2x + 1. ഓക്കെ, അങ്ങനെ തന്നെ കോസ് 2x + 1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് സൈൻ 2x + 1. ഇത് നമ്മുടെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, അല്ലെ റിലേഷൻ ഫംഗ്ഷൻ ആണ്. ഇതെന്താണ് 1 ആണ്, ഓൺ 2 ആണ്. ഇത് ആക്ച്വലി സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇത് x + 1 x - 1 ഈവൺ ഓർഡർ എന്ന് പറഞ്ഞ ടഫ് ക്വസ്റ്റൻ ഉണ്ട്, ട്രിക്കി. പക്ഷെ അതെല്ലാം വന്ന് നമുക്ക് സിമ്പിൾ ക്വസ്റ്റൻ ആണ്. 1 ആണെന്ന് കാണിക്കുക എന്താണ് f(x1 = f(x2) ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെയും കൂടി ഒന്ന് ചെയ്ത് കൊടുത്തേക്കുക. ഓക്കെ, ഓൺ 2 എന്ന് കാണിക്കുക, റേഞ്ച് = കോഡുമേ എന്ന് കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഇവിടെ സത്യം പറഞ്ഞാൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഓൺ ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, ഇതാണ് കോഡുമേ. അതായിരിക്കും ചിലവർക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവുക. ആൻസർ എന്താണ്, രണ്ടിനും ചെക്ക് ചെയ്യുക കേട്ടോ. ആൻസർ ചെയ്യുക. അപ്പോൾ എന്താണ്, ഇറ്റ് ഇസ് നോട്ട് 1 1. ഓക്കെ, നോട്ട് 1 1 ഒരു എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ, എന്താണ് f(2 = 3). ഓക്കെ, അപ്പോൾ ഇല്ലാന്ന് കാണിക്കാൻ ഒരു എക്സാമ്പിൾ മതി, ആണെന്ന് കാണിക്കാൻ 1 1 ആണെന്ന് കാണിക്കാൻ കുറേ എക്സാമ്പിൾസ് വേണം. ഓക്കെ, നോക്കിയാൽ f(2 = f(3). ഓക്കെ, 2ൻ്റെ ഇമേജ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 2 ഇതിലിട്ട് എന്താ സംഭവിക്കുക, 2 ഇട്ടാൽ എന്താ വരിക, 2 തന്നെ വരും. 2 ഇട്ടാൽ 2 വരും. 3 ഇട്ടാൽ എന്താ കിട്ടുക, 3 ഇട്ടാൽ 2നെക്കാട്ടും വലിയ 3 ഇട്ടാൽ 3 - 1 2 വരും. 2ൻ്റെ ഇമേജും 2 ആണ്, 3ൻ്റെ ഇമേജും 2 ആണ്. അപ്പോൾ 1 1 അല്ല. ഓക്കെ, ഓൺ 2 ആണോ, ദ റേഞ്ച് കവേഴ്സ് 1 2 3 4 വൈൽ സ്പാൻസ് നാച്ചുറൽ. അപ്പോൾ എന്താണ്, റേഞ്ചും ഇതും കോഡുമേനും സെയിം ആണ്. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ മെട്രിക്സിൻ്റെ ക്വസ്റ്റൻ ആണ്. കോ ഫാക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ അത് വലിയ കുഴപ്പമില്ല. ഓഫ് ദി എലമെൻറ്റ്സ് 5 1 and 3 5 1 and 3. ഓക്കെ, 3 1 3 2 3 3 കറക്റ്റാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാല്യൂസ് 5 × C1 + ഇത്. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കോഡുമേൻ മറ്റേ അഡ്ജോയിൻ്റ് വെച്ച് കണ്ടുപിടിക്കാനുള്ള സാധനമാണ്. നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. സിമെട്രിക് മെട്രിക്സ് ഓഫ് എ തിരിച്ച് മറിച്ചും ചെയ്താൽ മതി. ഓക്കെ, ആൻസർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇത് നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ക്വസ്റ്റ്യൻ അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. മക്കളെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇവിടെ ഫസ്റ്റാണ്, ഇവിടെ 3 ആണ്. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ 2 + 1 കേട്ടോ. അപ്പോൾ 3rd ഡിഗ്രി താഴെ, മേലെ ഇത് 1st ഡിഗ്രി. അതേപോലെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ a/x - 1 കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആയിരിക്കും. പ്ലസ് b/x² + 1 ആണ് വരിക. എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ b മാത്രം എയും ബിയും വരുന്നുള്ളൂ, വേറെ ഒന്നും വരുന്നില്ല കേട്ടോ. എന്നിട്ട് കണ്ടുപിടിക്കുക. ആൻസർ കണ്ടുപിടിക്കുക. എന് നമുക്ക് എത്ര കിട്ടും, എന് ഇത് കിട്ടും, ബിന് കിട്ടും, bx + c ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് ചെയ്യാം. ഏത് മെത്തേഡിൽ ചെയ്താലും ആൻസർ ഇതാണ് വരിക. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദി ഇന്റർവൽ ഓഫ് ദ ഫംഗ്ഷൻ f(x) ഡിക്രീസിങ്. സിമ്പിളാണ്, ഗ്രാഫിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഇവിടെ വരെ 3 വരെ ഡിക്രീസിങ്, 3 ഇൻക്രീസിങ്. ഓക്കെ, 3ൽ ഓപ്പൺ -∞ to 3 3. ഫൈൻഡ് ദ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമ. ഇവർ ആകെ വരുന്നത് എന്താണ്, ലോക്കൽ മിനിമയാണ് വരുന്നത് at x = 3. ഇത് ഓക്കെ -4 ആണ് വരുന്നത്. ലോക്കൽ മാക്സിമം വരുന്നില്ല, കാരണം നമുക്ക് ഇത് റേഞ്ച് തന്നിട്ടില്ല, അങ്ങനെ വരുന്നുള്ളൂ. ഓക്കെ, റെഡി. ഒബ്സർവ് ദ ഗ്രാഫ് ഓഫ് f'(x) ഡെറിവേറ്റീവ് ഓഫ് f(x). ഓക്കെ, ഇത് f'(x) ആണ്. ഓക്കെ, അപ്പം f'(x) = എന്താണിത്, ഇതാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കണം, ഞാൻ ഇപ്പോൾ പറഞ്ഞൊക്കെ ഒന്ന് മാറ്റിക്കോ. ഞാൻ പെട്ടെന്ന് നിങ്ങൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോക്കിയാൽ മക്കളെ, ഇത് f'(x)ൻ്റെ ഡെറിവേറ്റീവ്, f'(x)ൻ്റെ ഗ്രാഫാണ്. f'(x) നമ്മൾ സ്ലോപ്പ് അല്ല നോക്കണ്ടേ. f'(x) നെഗറ്റീവ് ആണെങ്കിൽ, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് നെഗറ്റീവ് അല്ലേ, നെഗറ്റീവ് അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ ഡിക്രീസിങ് ആണ്, ഇവിടെയൊക്കെ ഡിക്രീസിങ്. അപ്പോൾ എന്താണ്, -1 to 5 ഡിക്രീസിങ് ആണ്, ഡിക്രീസിങ്. ഓക്കെ, -∞ to 1 ഇതും എന്താണ്, ഇൻക്രീസിങ്. ഇത് ഇൻക്രീസിങ്, ഈ ഭാഗം ഇൻക്രീസിങ് ആണ്. ഓക്കെ, ആന്തരികം നോക്കിയാൽ 1 to 5 എന്താണ്, ഡിക്രീസിങ് ആണ്. ഓക്കെ, അവിടെയാണ് ഇത് നെഗറ്റീവ്, അപ്പോൾ അവിടെ ഡിക്രീസിങ് ആണ്. ബാക്കിയുള്ളിടത്തൊക്കെ പോസിറ്റീവ് ആണ്. ഇനി ലോക്കൽ മാക്സിമം എവിടെ വരുന്നത്, മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, f'(x) 0 ഉള്ള സ്ഥലത്താണ്. അതാണ് ക്രിട്ടിക്കൽ പോയിന്റ്. അവിടെയാണ് മിനിമ മാക്സിമ വരിക, മിനിമ അല്ലെങ്കിൽ മാക്സിമ വരിക. ഓക്കെ, അതെവിടെയാണ്, -1 അല്ല 1ലും 5ലാണ് വരാൻ ചാൻസ്, 1ലും 5ലാണ് വരാൻ ചാൻസ്. ഇനി
ഇനി ഇതൊരു ആക്ച്വലി ഒരു ടഫ് ചോദ്യമാണ്. ഓക്കെ, ടഫ് ചോദ്യം. ഇതിൻ്റെ പ്രോപ്പറായിട്ട്, കാരണം f' അവിടെ വായിച്ചില്ല മൊത്തം ക്വസ്റ്റ്യൻ എത്തി. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് എവിടെ നിന്ന് കണ്ടുപിടിക്കുക സാർ? f'' എവിടെ കണ്ടുപിടിക്കാം? എടോ f'' എന്ന് പറഞ്ഞാൽ f' ഡെറിവേറ്റീവ് അല്ലെങ്കിൽ സ്ലോപ്പ് അല്ലേ? ഇവൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഇവിടെ എന്താണ്? നെഗറ്റീവ് സ്ലോപ്പാണ് അല്ലേ? അപ്പോൾ f'' എന്താണ്? f'' എന്ന് പറയുമ്പോൾ നെഗറ്റീവാണ്. കാരണം ഇത് നെഗറ്റീവ് അല്ലേ ഇവിടെ സ്ലോപ്പ്. ഇവിടെ 5 എന്താണ്? പോസിറ്റീവാണ്. f'' എന്താണ്? പോസിറ്റീവാണ്. നിങ്ങൾക്ക് എക്സാം ഹോളിൽ പെട്ടെന്ന് ചെയ്യാൻ ഉറപ്പാണ്. ഇങ്ങനത്തെ ടൈപ്പ് കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ പ്രൂഫും വെക്കാത്തത്. കോൺസെപ്റ്റ് പഠിപ്പിച്ചിട്ടുണ്ടാകും, പക്ഷേ ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, നോക്കിയാൽ മക്കളെ, ബാച്ചിൽ ഇത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാച്ചിൽ നിങ്ങൾ NCERT ക്വസ്റ്റ്യൻസ് പോയി ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഗ്യാരണ്ടി പറയാണ്. പക്ഷേ അതല്ല ഇപ്പോഴത്തെ പോയിന്റ്, എനിക്കറിയാം. മക്കളെ, ഇവിടെ ഇൻക്രീസിങ് സ്ലോപ്പാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെയാണ് മിനിമം. ഓക്കെ, ഇത് മാക്സിമം. ഓക്കെ, റെഡി. അതും കിട്ടിയല്ലോ. അത് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ലോക്കൽ മാക്സിമം അറ്റ് 1ഉം മിനിമം അറ്റ് ഇതും. ഓക്കെ, ഇത് നിങ്ങളുടെ ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. mod of x+2 ഫൈൻഡ് ദി ആബ്സൊല്യൂട്ട് മിനിമം. ഇതിന് മിനിമമേ വരുള്ളൂ. ഓക്കെ, അതെവിടെ 0 ആവുന്ന സ്ഥലത്ത്. ഓക്കെ, ആൻസർ കൊടുത്തിട്ടുണ്ട് അറ്റ് മിനിമം വാല്യൂസ് 2. ഓക്കെ, ദി ലെങ്ത് ഓഫ് ദിസ് റെക്റ്റാങ്കിൾ. മക്കൾ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനത്തെ കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മുടെ യൂട്യൂബ് ലൈവിൽ ഈ സാധനം ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മൾ റെക്റ്റാങ്കിൾ ക്വസ്റ്റ്യനും സർക്കിളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് NCERT ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രൂവ് ദാറ്റ് റൈറ്റ് സർക്കുലർ സിലിണ്ടർ എന്താണ് മക്കളെ? ഇവൻ. ഓക്കെ, ഓഫ് ഗ്രേറ്റർ സർഫസ് ഏരിയ വിച്ച് ഇസ് ഇൻക്രൈബ് ഇൻ ഗിവൺ ഓഫ് ഹാഫ് ഇതാ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇക്വേഷൻസ് ഒക്കെ വെച്ച് ചെയ്യണം. ആൻസർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡബിൾ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആകുമ്പോൾ മാക്സിമം ആണ്. ഇതാണ് ഇക്വേഷൻസ് ഉപയോഗിക്കേണ്ടത്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻസ് വരുമ്പോൾ. ഓക്കെ, ആ കാര്യം മറക്കരുത്. പിന്നെ മക്കളെ, ഈ ചാനൽ +2 കഴിഞ്ഞിട്ട് അല്ല ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ക്രാഷ് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് അറിയാലോ. ഓക്കെ, 20th വരെ ഫീ കുറവുള്ളൂ. മക്കളെ, x² ദ ഏരിയ ഓഫ് ദ ഫംഗ്ഷൻ എന്താണ് വരുന്നത്? ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിലെ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ചെയ്യുക. ആൻസർ 4 ആണ് വരുന്നത്, ഓപ്ഷൻ എ. വലിയ ടഫല്ല, പക്ഷേ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ടഫായി തോന്നിയെന്ന് വരും. ഓക്കെ, ഇത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഏരിയ. ഇത് മൈനസ് മാറ്റിയുടെ പ്ലസ് ആക്കണം, ഇങ്ങനെ ചെയ്യണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വർഷം മിസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് ആൻസർ എന്താ വരുന്നത്? 8/3 സ്ക്വയർ യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇവിടെ നോക്കിയേ, ഇത് നമ്മുടെ ഡയറക്ഷൻ റേഷ്യോസ് 3D വെക്ടർ ക്വസ്റ്റ്യൻ ആണ്. അതേ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. 3D വെക്ടറിൽ ഓവർ ടഫായിട്ടുള്ള വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ട് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ആൻസർ കൊടുക്കുന്നത് 10√3 സ്ക്വയർ യൂണിറ്റ്സ്. ഇതും നമ്മുടെ 3D ക്വസ്റ്റ്യൻ ആണ്. 2 ലൈൻ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 5√3 ആൻസർ കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് ടഫ് ആയിരിക്കും. സ്റ്റാൻഡേർഡ് ചാടി കയറി വരുന്ന ക്വസ്റ്റ്യൻ അല്ല. പ്രോബിലിറ്റി ബി അത് വെച്ച് ചോദിക്കുന്ന നല്ല ബേസ് തിയറം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, പക്ഷേ ഇത് വർക്ക് വെച്ച് ചെയ്യാനുള്ള ഒരു വേർഡ് പ്രോബ്ലം പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ 0.44 ആണ് ആൻസർ. ഫോർമുല നോക്കുക, A given B given A. അപ്പോൾ ബേസ് തിയറം വെച്ചിട്ട് ടോട്ടൽ പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, റെഡി. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ മാട്രിക്സ് മെത്തേഡ്, അത് സ്റ്റാൻഡേർഡാണ്. സ്റ്റാൻഡേർഡ് അല്ല എന്ന് പറയരുത്. ഇൻ കേസ് നിങ്ങൾക്ക് തെറ്റിപ്പോയാൽ, ഒരു നമ്പർ തെറ്റിയാൽ മൊത്തം തെറ്റി, അപ്പോൾ സൂക്ഷിച്ച് ചെയ്തിട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ആൻസർ എന്താ? -4, 14 and 2. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ അതേപടി നമ്മൾ ചെയ്തിട്ടുണ്ട്. എവിടെ ഇപ്പോൾ ഇതാ ഈ സാധനം. ഓക്കെ, അതിൽ ഒരു പ്ലസ് മൈനസ് മാറിയെന്ന് പറഞ്ഞിട്ട് പ്രശ്നമാക്കല്ലേ. ഇനി ഇതാ e raised to y is into x+1 ചെയ്തിട്ടില്ല. e raised to y × x ഡബിൾ ഡെറിവേറ്റീവ് ഇക്വേഷനിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാമെന്ന ക്വസ്റ്റ്യൻ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. x/1 + sin x. നിങ്ങൾ എന്താ ചെയ്യേണ്ട? പ്രോപ്പർട്ടി 7 ഉപയോഗിക്കുക. π - x ഇവിടെ 1 + sin π - x. ഓക്കെ, sin π - x എന്താണ്? π - x തന്നെ. ആഡ് ചെയ്ത് വരുമ്പോൾ എന്താണ്? മേലെ π വരും, താഴെ ഇത് വരും. ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഓക്കെ, നമ്മുടെ പ്രോപ്പർട്ടി 3 അല്ല, പ്രോപ്പർട്ടി 7 അല്ല, പ്രോപ്പർട്ടി 3 ഉപയോഗിക്കണം. ഓക്കെ, 3 or 4. ആൻസർ എന്താ വരിക? ആൻസർ π വരും, 2π വരും. അപ്പോൾ ആൻസർ തന്നെ π വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ LPP ക്വസ്റ്റ്യൻ ആണ്. LPP ക്വസ്റ്റ്യൻ പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ഇൻറ്റഗ്രൽസ് ആയിരിക്കും നിങ്ങൾക്ക് കുറച്ച് പ്രശ്നമായത്. 20th ക്വസ്റ്റ്യൻ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഭാഗ്യത്തിന് വേരിയബിൾ സെപ്പറബിൾ ആണ്, കുഴപ്പമില്ല. ഇതിന് എന്താണ് ഇക്വേഷൻ? ഇത് നമ്പർ ഇട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതും വേരിയബിൾ സെപ്പറബിൾ ആണ്. ഓക്കെ, ഇതും ക്വസ്റ്റ്യൻ സിമ്പിളാണ്. 4x²y 4 കളഞ്ഞാൽ മതി, ആൻസർ കിട്ടി. ഇതും ചെയ്യാവുന്ന ക്വസ്റ്റ്യനോട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, ഇക്വേഷൻ നിങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളൂ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മറക്കരുത്. 1, 2. ഓക്കെ, ഇതൊക്കെ ഞാൻ പറയുന്നത് കൊള്ളാം, പക്ഷേ എനിക്കറിയാം എക്സാം ഹാളിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ടഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾ ചിലപ്പം ഒന്ന് ഫ്ലസ്റ്റേർഡ് ആയിട്ടുണ്ടാവും. പക്ഷേ പേടിക്കേണ്ട, എല്ലാം വീണ്ടും പറയുന്നില്ല. എക്സാം എല്ലാവർക്കും ടഫായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മൊത്തമായിട്ട് ഒന്ന് മാർക്ക് കൂടാൻ ചാൻസ് ഉണ്ട്. ഇവാലുവേഷൻ കുറച്ചുകൂടി സിമ്പിളർ ആയിരിക്കും. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ അടുത്ത എക്സാംസ് ഫോക്കസ് ചെയ്യാം. മാത്സ് തൽക്കാലം പോയി എന്ന് പറഞ്ഞാൽ മോശമായിട്ട് പോയാൽ കഴിഞ്ഞു. ഇനി നിങ്ങൾ ബയോളജി, ഇംഗ്ലീഷും കൊമേഴ്സുകാർക്ക് ആ എക്സാം ഫോളോ ചെയ്യുക. അടിപൊളിയായിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ് മക്കളെ. അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മാർക്ക് കിട്ടിക്കോളും. ഇനി ബയോളജിയും ഇംഗ്ലീഷും ഇത് കാരണം മാർക്ക് കളഞ്ഞാൽ അത് നിങ്ങളുടെ മിസ്റ്റേക്കാണ്. ഇത് പേപ്പർ ടഫായിട്ടെന്ന് പറയാം. ബയോളജി ഇംഗ്ലീഷും മാക്സിമം മാർക്ക് മേടിക്കുക, ഓവർ കോമ്പൻസേറ്റ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, പിന്നെ മക്കളെ നിങ്ങളെ ഇനി കാണാൻ വേണ്ടിയിട്ടതാ
അലൻ സാർ ഫിനാൻസ് ആൻഡ് അലക്സ് ആൻഡ് അലൻ ചാനൽ ഉണ്ടാവും. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ മറക്കണ്ട, അടിപൊളിയായിട്ട് ഇനി കോളേജിലൊക്കെ പഠിക്കുക. ഓക്കെ, അപ്പോൾ അലൻ സാർ ബൈ ബൈ പറയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഒരു അടിപൊളി ജേർണി ആയിരുന്നു. കുറേ ആൾക്കാർ എന്നെ 4 വർഷമായിട്ടും 5 വർഷമായിട്ടും പഠിച്ചു തുടങ്ങിയവരുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മാത്സ് എക്സാം റിസൾട്ടൊക്കെ വരുമ്പോൾ അറിയിക്കുക. അടിപൊളിയായിരിക്കും. ബൈ ബൈ.